ഇറാനിൽ ആഭ്യന്തര സംഘർഷം തുടങ്ങിയിരിക്കുന്നു എന്ന റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. ഇപ്പോഴിതാ ഖമനേയിയുടെ കുടുംബത്തിനകത്ത് തന്നെ ആഭ്യന്തര സംഘർഷം തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സുപ്രധാനമായിട്ടുള്ള കാര്യം. ഈ ഖമനേയി എന്ന് പറയുന്ന വ്യക്തിയുടെ അനന്തരവൻ തന്നെ ഇപ്പോൾ ഇറാനിലെ സർക്കാരിനെ അട്ടിമറിക്കാൻ നിൽക്കുന്നു എന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. അതായത് ഇസ്രായേൽ ഖമനേയിയുടെ കുടുംബത്തിനകത്ത് വരെ വലിയ രീതിയിലുള്ള ചലനങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. പ്രധാനമായിട്ടും ഇസ്രായേലും ഇറാനും തമ്മിൽ സംഘർഷം രൂക്ഷമാകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഇറാന്റെ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അലി ഖമേനിയുടെ കുടുംബത്തിനുള്ളിൽ നിന്ന് പ്രതിഷേധങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് എന്ന് റിപ്പോർട്ട് വരുന്നു. ഫ്രാൻസിൽ താമസിക്കുന്ന ആയത്തുള്ള അലി ഖമേനിയുടെ അനന്തരവൻ മഹ്മൂദ് മൊർദഖാനി ഒരു അഭിമുഖത്തിൽ പറഞ്ഞു, ഞാൻ യുദ്ധത്തെ അനുകൂലിക്കുന്നില്ല, ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ അവസാനമാണ് സമാധാനത്തിലേക്കുള്ള ഏക മാർഗം. ഒരു കാര്യം ആലോചിക്കണം, ഈ ഖമനേയി എന്ന് പറയുന്ന ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ അങ്ങേ അറ്റത്ത് നിൽക്കുന്ന, അങ്ങേ തലപ്പത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയുടെ അനന്തരവനാണ് പറയുന്നത് ഇസ്ലാമിക് റിപ്പബ്ലിക്ക് അവസാനിക്കണമെന്ന് പറയുന്നത്. 1986 ഇറാൻ വിട്ട മഹ്മൂദ് മൊർദഖായ് തൻ്റെ അമ്മാവൻ ആയത്തുള്ള ഖമേനിയുടെ സ്വേച്ഛാധിപത്യ ഭരണത്തെ ശക്തമായി എതിർക്കുന്ന ആളാണ് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇസ്രയേലുമായുള്ള സംഘർഷം നിർഭാഗ്യകരമാനോ വളയാനോ മാറാനോ ഇഷ്ടപ്പെടാത്ത ഒരു വ്യവസ്ഥയ്ക്കും അത് അനിവാര്യമാണ്. അതായത് ഇസ്രയേലുമായിട്ടുള്ള സംഘർഷം ഒരു തരത്തിലും പരിവർത്തനം സംഭവിക്കാത്ത ഒരു ജനതയ്ക്ക് അനിവാര്യമാണ് എന്നുള്ളതും അദ്ദേഹം പറയുന്നുണ്ട്. സാഹചര്യം യുദ്ധത്തിൻ്റെ വക്കിലെത്തിയിരിക്കുന്നു, പക്ഷേ ആയത്തുള്ള അലി ഖമേനിയുടെ മരണം എല്ലാം ശരിയാക്കുമായിരിക്കും എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഭരണകൂടത്തിൻ്റെ ബലഹീനതയുടെ ലക്ഷണങ്ങൾ കാണുന്നതിൽ പല ഇറാനികളും സന്തുഷ്ടരാണ്. അതായത് ആയത്തുള്ള ഖമേനിയുടെ പതനം കാണാൻ ഓരോ ഇറാനിയും കാത്തിരിക്കുന്നു എന്ന് തന്നെയാണ് ഇദ്ദേഹം പറയുന്നത്. 63-കാരനായ മഹ്മൂദ് മൊർദാദ്, ഇത് എത്രയും വേഗം അവസാനിക്കുന്നുവോ അത്രയും നല്ലത്. ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ അവസാനത്തോടെ ഇത് അവസാനിക്കണം, അല്ലെങ്കിൽ അത് അർത്ഥശൂന്യമായിട്ടുള്ള തോൽവിയായിരിക്കും. ഭരണകൂടം തിരിച്ചടിക്കുമെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നുവെന്നും അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും ഇസ്രായേലിനെതിരെ ഇറാൻ വലിയ രീതിയിൽ ആക്രമണം നടത്താനുള്ള ശ്രമം നടത്തുന്നുണ്ട്. ബാലിസ്റ്റിക് ആക്രമണങ്ങളെല്ലാം നടത്തുന്നുണ്ട്. അത് പല ഭാഗത്തും വീഴുന്നുമുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നതിനിടയിലാണ് ഇപ്പോൾ ആയത്തുള്ള ഖമേനിയുടെ കുടുംബത്തിനകത്ത് പോലും വലിയ രീതിയിൽ ക്ലാഷ് ഉണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.